Smoking and alcohol consumption is injurious to health. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിയമലംഘനമാണ്. ജോസേട്ടാ നമുക്ക് തിരിച്ചു പോവാം. വിശക്കുന്നു എനിക്ക്. അതെന്ത് വർത്താനോടാ, നീ ഇപ്പഴല്ലേ 1 മണിക്കൂർ മുമ്പിലാണ് നമ്മള് 2 മുട്ട തോസും സർബത്തും കയറ്റിയത്. ഇവിടം വരെ വന്നാലേ ഇവനെയും കൂടി വിളിച്ചിട്ട് പോവാന്ന്. വിജയ് മാത്രല്ലേ ഉള്ളൂ. ജോസേട്ടാ ഇവനൊക്കെ വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ജോസേട്ട ഇല്ലാതെ കഴിഞ്ഞ വട്ടം അടിച്ച് കോണ് തെറ്റി കിടക്കുമായിരുന്നു. എന്ത് ബഹളമായിരുന്നു അറിയാം, എന്ത് പാടായിരുന്നു അറിയാം മാനേജ് ചെയ്യാനായിട്ട്. എടാ അങ്ങനെയല്ലടാ, വന്നേ. എടാ ഇപ്പൊ ഞാനല്ലേ ഈ സംഘടനയുടെ സെക്രട്ടറിയും ഖജാൻജിയൊക്കെ. അപ്പൊ നമുക്ക് അതിൻ്റെതൊരു വ്യത്യാസം കാണിക്കണ്ടേ? അതിനല്ലേ നമ്മൾ ഇത്രയും നേരം നടന്ന് ഇവരെല്ലാം ക്ഷണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ പോരെ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ പോയി ക്ഷണിക്കുന്നു. ഈ പ്രാവശ്യത്തെ പരിപാടി, ഓണപരിപാടി നമ്മൾ ഗ്രാൻഡ് ആക്കിയിരിക്കും. ശരി പോവാം. അവിടെ താമസിക്കുന്നു എല്ലാ ദിവസവും അടിയും ബഹളമാണ്. വെള്ളമടി തന്നെ വെള്ളമടി. ഇവൻ മീൻ തിന്നാണെങ്കിൽ, പൊരിച്ച മീൻ തിന്നാണെങ്കിൽ ഒരു സൈഡ് തിന്നത്തോ. അതെന്ത്? മറ്റേ സൈഡ് തിരിച്ചിടാനും മടിയാ. അതുകൊണ്ട് നീ ഓരോ കോമഡി പഠിച്ചു വന്നേക്കോളൂ. ഓക്കെ, അനക്കൊന്നും കാണുന്നില്ല. അവിടെ ഇവ എവിടെ പോയി? അടിച്ച് ഓഫായി കിടക്കുമായിരിക്കും. എന്ത് മാട്ട സാധനോട് അടിച്ചേക്കണം. നിങ്ങളായിരുന്ന ഇന്നലെ അടിച്ച കുറച്ച് കൂടിപ്പോയി. ജോസേട്ടാ കേറ്, വാ കേറി വാ.
അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഈ പ്രാവശ്യത്തെ ഓണപ്പരിപാടി ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഈ വരുന്ന ശനിയാഴ്ച നമ്മൾ ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി. അപ്പൊ നീ എത്തിയേക്കണം. കഴിഞ്ഞ കൊല്ലത്തെ പോലെ അടിച്ച് കോണ് തെറ്റി കിടക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ സംഭാവനയുടെ കാര്യം അറിയാലോ, സംഭാവനകൾ മുമ്പാരമാകുമ്പോഴാണ് പരിപാടികൾ ഗംഭീരമാകുള്ളൂ. ഇപ്പൊ ഒരാളെ എത്രയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ഇതെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നീ അതിനകത്ത് ഉണ്ടല്ലോ, അതിനകത്ത് ഉണ്ട്. അപ്പൊ നീ അത് നോക്കിയിട്ട് എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ആർക്കെങ്കിലും നീ ഗൂഗിൾ പേ ചെയ്താൽ മതി കേട്ടോ. ഓണായിട്ട് വെള്ളം കളിയൊന്നുമില്ലേ? വെള്ളം കളിയുടെ കാര്യം ഫുള്ള് സെറ്റാണ്. അതെല്ലാം ജോസായിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ നോട്ടീസ് നോട്ടീസ് നോക്കിയിട്ട് അങ്ങ് എത്തിയേക്കാം കേട്ടാ. പരിപാടി എല്ലാം സെറ്റാണ്. പിന്നെ അറിയാലോ, പണ്ടത്തെ പോലെയൊന്നും അല്ല, കുറച്ച് ഗംഭീരമായിട്ടാണ് പരിപാടിയെ കിടന്നത്. അല്ല, നീ ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് എങ്ങനെ ശരിയാവാനാ? നീ രാവിലെ ഒന്നും കഴിച്ച? ഇതല്ലേ ലാഭം ജോസേട്ടാ. രാവിലെ എണീറ്റ് കെട്ടിയ ഒരുങ്ങി പോകേണ്ട കാര്യമില്ല. ഉച്ചയ്ക്ക് ഒറ്റടി ഒരു ബ്രഞ്ച്, സംഭവം കഥ. ബ്രഞ്ചോ? അതെന്താ സാർ? അത് ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്. ഓ ഓ, തീറ്റക്കാര്യം പിന്നെ നിന്നോട് വെച്ചാൽ മതിയില്ല. ജോസേട്ടാ, 12 ആകുമ്പോൾ കാദർഖാന്റെ കടയിലോട്ട് അങ്ങോട്ട് പോകും. അവിടെ നല്ല ചൂട് കഞ്ഞി റെഡിയായി. കഞ്ഞിയോ? അതിന്റെ അധികം നല്ല തൈര് ആദ്യം കൂടെ വെക്കും. നല്ല ചമ്മന്തി ഉണ്ടാവും. പിന്നെ തലേന്നത്തെ ദിവസം മീൻചാറ് തരും. അത് രണ്ടും കൂടി എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ കുഴച്ചാട്ട് അടിപൊളി ടേസ്റ്റാ. എന്താണ് പല്ലികളൊക്കെ ശബ്ദം? പല്ലിയൊക്കെ എന്ത് നോക്കിയേ? എടാ ബിജു, എന്നാ എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് പോട്ടെ. ഒരു വിശന്നാകെ കണ്ണ് കാണാണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് റഹ്മത്തിന്ന് ബിരിയാണിയാണ്. നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാം. എടാ, നമ്മുടെ 2 പേർക്ക് 2 ബിരിയാണി പിന്നെ കഞ്ഞി. ഇത് എന്താണ്? നിന് ചെലവൊക്കെ കാണിക്കണ്ടേ? ഓരോരുത്തന്മാരും വയറും ആടുകെടുത്ത് വന്നോളും. നീ വന്നേ, നീ വാ. ഒരു കഞ്ഞി കൂടെ ഒന്ന് പോയ അവിടെ എന്നാലേ ബിരിയാണി മാറ്റിട്ട് കഞ്ഞി ആക്കിയല്ല. എന്നാലും കുഴപ്പമില്ല, കഞ്ഞി കുടിച്ചിട്ട് കാലങ്ങളായി. എന്നാ കഞ്ഞി കുടിക്കുക, വാ. വാ. ഉദ്ഘാടനം ഹണിറസ, അതെന്തായാലും കലക്കി. ഈ ജോസയുടെ തള്ളു കാണോ? ഹണിറോസൊക്കെ വരുമോ? ഇന്നൊരു ബിരിയാണി. ഓക്കെ. താമസിച്ചും പോയി, പെട്ടെന്ന് വാ. ഇന്നലെ അടിച്ച് കോണം തെറ്റി കിടന്നിട്ടും പോയാ. വാ, പെട്ടെന്ന് ഓടുക. നമ്മുടെ ബിജു അല്ലേടാ? ആ ജോസേട്ടാ, എന്തൊക്കെയാ നമ്മുടെ ഹണിറോസിന്റെ കാര്യം എന്തായി? പണിയുണ്ട്. ഞാൻ കൊറേ പണിയുണ്ട്. ഹണിറോസൊക്കെ വരും, ശരിയാക്കാൻ നമുക്ക്. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം SS സിനിമ താരം ഹണി റോസിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ആയതിനാൽ നമ്മളുടെ ഗ്രൂപ്പിലെ മുതിർന്ന എല്ലാവരെയും പ്രിയങ്കരിയും കണ്ണിലുമായ ശ്രീമതി അമ്മണി പുരുഷോത്തമനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിച്ചു കൊടുക്കുന്നു.